Hi dears, welcome back to our family. അപ്പം ഇതിപ്പം 1 ഡേയിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. കാര്യം എൻ്റെ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. പോസ്റ്റ് ചെയ്യാൻ പാടുവാണ്, നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു 8 മിനിറ്റ് അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് കാണാനും സുഖമാണ്, നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ സുഖം ഇതാണ് കേട്ടോ. അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വന്ന റിസോർട്ടിൽ ഞാനും ഗോകുവിൻ്റെ ചേച്ചിയും ഹസ്ബൻഡും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഫാമിലി ഫുള്ളായിട്ട്, ഗോകുവിൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, ഫുള്ളായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. നമ്മളിവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഫാമിലി ഗെറ്റ് ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഫാമിലി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്ന വീഡിയോ ഒക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഒരു വണ്ടി നിറച്ച് വീട്ടുകാരെ മൊത്തത്തിൽ കുത്തി നിറച്ചാണ് നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ട്രിപ്പ് അടിക്കാമെന്ന്, ഗോകു സമ്മതിച്ചില്ല, ഒറ്റ ഇതിൽ പോരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോരുന്നതാണ്. അപ്പം ഇപ്പോൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു. 3-4 ഫിഷ് അടുത്തിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഗ്രില്ലൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് പ്ലാന്. പിന്നെ മഴയില്ല എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാശിക്കുട്ടൻ ഉറക്കമായി അമ്മയുടെ കയ്യിലിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ അതേ ഫസ്റ്റ് തന്നെ എല്ലാവരെയും പിക്ക് ചെയ്ത് ഞങ്ങൾ പോരുന്ന വഴിക്ക് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. അമ്മയും എൻ്റെ ചേട്ടത്തിയാണ് ഒളിച്ചിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടാലേ അവർ ഒളിക്കും. പക്ഷേ നിങ്ങൾ ഫുൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒളിച്ചിരുന്ന ആളുടെയൊക്കെ എൻ്റെ ദൈവമേ കാണാനുള്ളതുണ്ട് കേട്ടോ. ഞാൻ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറയും. ബിക്കോസ് ഞങ്ങളുടെ ഫാമിലിയിലെ ചെറിയ ഹാപ്പിനെസ് ആണ് കേട്ടോ. എല്ലായിടവും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇരിപ്പുണ്ട്. ഒരു കുഞ്ഞ വണ്ടിക്കകത്ത് 10-12 പേരെ കുത്തി നിറച്ചാണ് ദൈവമേ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇത്രയും ചെറിയ വണ്ടിക്കകത്ത് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. പണ്ട് സ്കൂളിൽ വാനിൽ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അതൊക്കെ ഓരോരോ മെമ്മറീസ് അല്ലേ. നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും കൂടെ. ആദ്യം തന്നെ താഴെ ചെന്നപ്പോൾ തന്നെ കുട്ടികൾ അവിടെ ചൂണ്ടയിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ ഫിഷിംഗ് ബോട്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. സോ ചൂണ്ടയിട്ടപ്പോൾ തന്നെ ഫസ്റ്റ് ആദ്യത്തെ മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, ജീവനുള്ള കരിമീൻ. ഞാൻ കരിമീൻ കൂട്ടില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല കരിമീൻ. എനിക്ക് എൻ്റെ ചേർമണം ഇഷ്ടമല്ല. കറി വെച്ചാലും വറുത്താലും ഞാൻ കഴിക്കില്ല. എനിക്കത് താല്പര്യമില്ല. ബിക്കോസ് എനിക്കറിയത്തില്ല, എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല, എനിക്കിഷ്ടമല്ല, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ ചൂണ്ടയിട്ട് ഫസ്റ്റ് 3 മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് 2 മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ 5 മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ മീൻ ഞങ്ങൾ പിടിച്ചു കേട്ടോ, കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ നിന്ന് ചൂണ്ടയൊക്കെ ഇട്ട് അതൊരു സന്തോഷമാണ് കേട്ടോ. ഇടയ്ക്കെങ്കിലും ഇതാണ് ഔട്ടിങ്ങൊക്കെ പോകുമ്പം ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എന്ന് ഞാൻ പറയും. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളിലൊന്ന് തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം. പിന്നെ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കുമ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഈ 2 കുട്ടികളുണ്ടല്ലോ, അവർ എറണാകുളത്തുള്ള കുട്ടികളാണ്. അവർ ഈ ഹോട്ടലിൻ്റെ, അതായത് റിസോർട്ടിൻ്റെ കെയർടേക്കേഴ്സാണ്. അവരാണിപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. പക്ഷേ കുട്ടികൾ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എല്ലാത്തിനും ഓടി വരുമായിരുന്നു. വന്ന പാടെ തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ഇത് എൻ്റെ ചേട്ടത്തിയാണ് കേട്ടോ. ഈ ചേട്ടത്തിനെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഇവരാരും വരണമെന്ന് ഒട്ടും താല്പര്യമില്ലാതെ നിന്നവരാണ് കേട്ടോ. ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് നേരെ ആദ്യം ഫോണിൽ വിളിച്ച് നിങ്ങളിങ്ങോട്ട് വരാൻ പറഞ്ഞു. ആരും വരുന്നില്ല. പിന്നെ ഞാനും ഗോകും കൂടി ഇവിടുന്ന് അവിടെ പോയിട്ടാണ് എല്ലാത്തിനും ഒരുക്കിയെടുത്ത് വീട്ടിലേക്ക് റിസോർട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ് ചെയ്തേനെ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാര്യം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിലൊന്നെന്ന്, അത് കൂട്ടിയിട്ടായിരുന്നു ഈ ദിവസം. ഭയങ്കര മിസ്സിങ് ആണ് അത്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഫാമിലി ആയിട്ട് നിന്നപ്പോൾ എൻജോയ് ചെയ്തു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാര്യം നമ്മളങ്ങനെ ഫാമിലിയായിട്ട് കുറേ നാൾ കൂടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഴനിയിൽ പോകുമ്പോഴാണ് ഇതുപോലൊരു ട്രിപ്പ് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു കൊറോണയ്ക്ക് മുന്നേ ആയിരുന്നപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഫാമിലി ട്രിപ്പൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇതുപോലൊരു റിസോർട്ടിലൊക്കെ വന്നിരുന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. എല്ലാത്തിൽ നിന്നും ഒരു മൈൻഡൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ഉള്ള ഒരു സ്പേസ് കിട്ടി. എനിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും, ഞങ്ങളുടെ ഫാമിലി ഫുള്ള് എല്ലാവരും പറഞ്ഞു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് തോന്നിയെന്ന്. അപ്പം ഈ ട്രിപ്പൊന്നും അങ്ങനെ ഫാമിലി ആയിട്ട് ഇത് കണക്ക് എൻജോയ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇടയ്ക്കെങ്കിലുമൊക്കെ പോകണം കേട്ടോ. നമ്മൾ 4 പേരടങ്ങുന്നൊരു കുടുംബം മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പേരൊക്കെ പോകുമ്പോഴാണ് രസം. വൈകുന്നേരം ആയപ്പോൾ തന്നെ അവർ ചായയും അതുപോലെ തന്നെ സ്നാക്ക് എന്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പഴംപൊരി പറഞ്ഞു.
നല്ല പഴംപൊരിയായിരുന്നു. കാച്ചിക്കൂട്ടിന് ഇതേ പഴംപൊരിക്കുള്ളിലുള്ള ആ പഴം മാത്രം ഇങ്ങനെ ഞെവിടി അമ്മ വെച്ച് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കഴിക്കാൻ കണ്ടപ്പോൾ ആൾക്കൊരു കൊതി, അതുകൊണ്ട് ചെറുതായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 അമ്മമാരെയും കൂട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റിയ ഒരു അവസരമാണ്. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് ട്രിപ്പോ കാര്യങ്ങളൊന്നും പോയിട്ടില്ലല്ലോ. സോ ഹാപ്പി. പിന്നെ അവർ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ ചേച്ചിയും ചേട്ടനും മോനും കൂടിയിട്ട് നോക്കി. പിന്നെ ഞാനിത് സെറ്റാക്കി കേട്ടോ. പിന്നെ ആരൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് ഇത് സെറ്റ് ആവുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ല, ഞാൻ എന്തായാലും അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ആ പിള്ളേർ ഒന്ന് ചോദിച്ചാൽ ആര് ഫോണിൽ നോക്കിയിട്ടാണ് കറക്റ്റ് ആക്കിയതെന്ന്. ഫോണിലല്ലല്ലോ, ഞാൻ സ്വന്തമായിട്ട് കറക്റ്റ് ആക്കിയതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം മറക്കാൻ പറ്റുന്നത്. ഇത് ഗോകുടെ അമ്മയാണ് കേട്ടോ, ഇത് ഗോകുടെ ചേച്ചി. എല്ലാവരും ഭയങ്കര വൈബായിരുന്നു, പൊളിയായിരുന്നു. ലാസ്റ്റ് എല്ലാവരും നിന്ന് ചിരിക്കുകയാണ്. അമ്മയുടെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വീട് കണ്ണൂരാണ്. ആ കണ്ണൂർ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നിട്ട് കുറേ നാളായി. അപ്പം ഇത്രയും ആളുകളുടെ കൂടെ ഒന്നും അധികം അങ്ങനെ പുറത്ത് പോവുകയോ ഇങ്ങനെ ചില്ല് ചെയ്യുകയോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷമുണ്ട്. ആശാട്ടി ഇത്രയും എനർജറ്റിക് ആണെന്ന് ഞാനില്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തൊന്ന് പറയുന്നുണ്ടായിരുന്നു, മോളെ നീ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒന്നും പോസ്റ്റ് ചെയ്യല്ലേ, എനിക്ക് നാണക്കേടാണ്, നിങ്ങളുള്ളതുകൊണ്ടിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ലമ്മ, ഞാൻ ചെയ്യൂല്ലമ്മ, അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലേന്ന്. അയ്യോ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കണ്ടായിരുന്നു. ചേച്ചി അമ്മ ഭയങ്കര ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും അമ്മ ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കുമെന്നോ ഈ ഒരു വൈബാവുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഞെട്ടി നിൽക്കാറുണ്ടോ അമ്മ ഇത്രയൊക്കെ അടിച്ചു പൊളിക്കുക. ഗോകു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അയ്യോ എന്താണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്. നല്ല സന്തോഷമുണ്ട്. അമ്മ മാത്രമല്ല, അമ്മ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുക, വാ കളിക്കുന്നു പറഞ്ഞുകൊണ്ടിട്ട്. ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ, മറ്റേത് എൻ്റെ ഗോകുടെ ചേട്ടത്തിയാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് പോവാം, വാ കളിക്കുന്നു പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അയ്യോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്താ അയ്യോ ഇത്ര ഏജ് ആയില്ലേ എന്തിനാ ഇങ്ങനെ കളിക്കുമെന്ന് തോന്നും. പക്ഷെ അവർക്ക് അവരുടെ ഒരു ഹാപ്പിനെസ് ആണ്, അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ മക്കളും മരുമക്കളും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ എൻജോയ് ചെയ്തോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ നൈറ്റ് ആയപ്പോഴത്തേന് ഫുഡ് മേടിക്കാനായിട്ട് ഞാനും ഗോകുടെ ഇറങ്ങിയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ, ചെന്നപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ്. നമ്മൾ മന്തിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും മന്തി പറഞ്ഞു. മന്തി ആകുമ്പോഴത്തേന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും, എല്ലാവർക്കും കഴിക്കുകയും ചെയ്യും, എല്ലാവർക്കും ഇഷ്ടമാണ്. സോ മന്തി പറഞ്ഞു. ഞാൻ ഒരു കാന്താരി അൽഫാമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ. ആ കിടക്കുന്നത് അമ്പലമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. അത് ഒരു ഹൗസ് ബോട്ടായിരുന്നേ. എല്ലാവരും ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പാർട്ടി വൈബിങ്ങിലേക്ക് കടക്കാനുള്ള പുറപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടൻ എല്ലാവരും കണ്ട ഞാൻ പറഞ്ഞല്ലോ അടുത്തത് തുടങ്ങാൻ പോവുകയാണ് എന്ന്. ഇതെൻ്റെ സിസ്റ്ററാണ്, എൻ്റെ അനിയത്തിയാണ്. താഴത്തുള്ളത് ജാനിമോള്, മറ്റേത് ഗോകുടെ സിസ്റ്ററാണ്. ഇതേണ് കാശിമോൻ ഇവിടെ കാര്യമായിട്ട് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, പിള്ളേരും അമ്മയും എല്ലാം കൂടിയിട്ട് ഒരു രസമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ കണക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൂമെൻറ്റ് തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ. എനിക്കിതുപോലൊരു അമ്മായിയമ്മ കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞങ്ങളെപ്പോലുള്ള മക്കളെയും കിട്ടിയത് അമ്മയുടെ ഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇതിനിടയ്ക്ക് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയ സമയത്ത് എൻ്റെ അടുത്തൊരു കുട്ടി, ഞങ്ങളുടെ റിലേറ്റീവാണ് കേട്ടോ, വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ലൈഫിൽ ചിലപ്പം എപ്പോഴും ഒന്നും കിട്ടിയെന്ന് വരില്ല. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കുക. നമുക്ക് ചെറിയൊരു ലൈഫേ ഉള്ളൂ. അവൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് തുള്ളി കളിക്കേണ്ട കാര്യമുണ്ടോ, ഇനി എന്തുവാ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടിട്ട്. എന്താ പറയുക, ഞാൻ നോക്കിയതിനൊക്കെ ആ അമ്മയുടെ ഹാപ്പിനെസ്, അമ്മയുടെ സന്തോഷമാണ് അമ്മ ഷെയർ ചെയ്യുന്നത്. അത് മറ്റെവിടെയല്ല, നമ്മൾ ഫാമിലി ഉള്ളിടത്താണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിന് എനിക്ക് ഒരു നാണക്കേടും ഇല്ല, എനിക്ക് ഒരു കുറച്ചിലുമില്ല. അത് എന്നെ സന്തോഷമാണ്. എൻ്റെ അമ്മായിയമ്മ ഇത്രയ്ക്ക് പൊളിയാണ്, ഇത്ര വൈബാണ് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുള്ളൂ. ആ അമ്മയുടെ മുഖത്തുള്ള ഹാപ്പിനെസ് അത് നോക്ക്. ആ അമ്മയുടെ മുഖത്തുള്ള സന്തോഷം ഞങ്ങൾ മക്കളും മരുമക്കളും കൊടുക്കുന്നത് തന്നെയാണ്. അത് അന്തസ്സോടെ അഭിമാനത്തോടെ ഞാൻ പറയും. ഒരുപാട് അനുഭവിച്ചാണ്. എൻ്റെ അമ്മയായാലും ഗോകുവിൻ്റെ അമ്മയായാലും ഒരുപാട് വേദനകൾ തിന്ന 2 വ്യക്തികളാണ്. സോ അവർക്ക് ഞങ്ങളെ കൊണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ സന്തോഷം തന്നെയാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മൾ ഒരുപാട് വേദന കൊടുത്തവരാണ്. ആ വേദന ഒരിക്കലും ഇനി അവർക്ക് ഉണ്ടാവരുത്. അവരുടെ മുഖത്ത് ഈ കാണുന്ന നിറഞ്ഞ പുഞ്ചിരി സന്തോഷം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന മക്കളും മരുമക്കളുമാണ് ഞങ്ങൾ. സോ അമ്മ കാണിക്കുന്ന ഇനി ഞാൻ പ്രൊമോട്ട് ചെയ്യും. ഞാനെന്നല്ല, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും. ആർക്കും അതൊരു മോശമായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഓവറായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ പറയാണ്, ഇത് സോറി കേട്ടോ,
ഇത് എൻ്റെ സന്തോഷമാണ്, എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ ഓൾ ഫാമിലിയുടെ ഹാപ്പിനെസ്സാണ്. ഈ അമ്മയുടെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഓരോരുത്തരുടെയും മുഖത്ത് പുഞ്ചിരി കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് നമ്മുടെ കുടുംബത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു നീതിന്നോ എന്ത് വേണമെങ്കിലും പറയാം. അയ്യോ എനിക്കറിയത്തില്ല, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ എന്നോട് വിളിച്ച് ഒരാൾ ചോദിച്ച കാര്യമാണ്, ഇതുപോലെ സ്റ്റോറി ഇട്ടപ്പോൾ എന്നോട് ചോദിച്ച കാര്യമാണ്, അവളിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ വേർഡ് ഞാനത് സ്പീക്കറിൽ ഇടുമ്പോഴാണ് നീ ചോദിക്കുന്നത്, അത് എൻ്റെ കൂടെ ഗോകു ഇരിക്കുമ്പോഴാണ് അത് കേൾക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടി എന്താടി അവൻ അങ്ങനെ പറഞ്ഞത് എന്താണ്. ഞങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഈ വീഡിയോ ഒന്നും ഷെയർ ചെയ്യല, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ. എന്നോട് ആ ഒരു വ്യക്തിയല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. എടി നന്നായി, ആ അമ്മയുടെ സമൂഹത്തിൽ സന്തോഷം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമായി. പലരും കമൻറ്റ് ഇട്ടു, എടി അമ്മായിയമ്മ വൈബ്, ഞാൻ വെച്ചാൽ അമ്മായിയമ്മ റോക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അമ്മായിയമ്മ വൈബാണല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. അത് അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ സന്തോഷിക്കാം. ഇത് എൻ്റെ സന്തോഷം ഇതാണ്, എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെയാണ്. എൻ്റെ അനിയത്തിയോടുകൂടെ അവർ കാണിക്കുന്ന ആ ഒരു കളികളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അമ്മ ഒരുപാട് ചെറുപ്പത്തിലേക്ക് പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാവം. എനിക്ക് അമ്മായിയമ്മയല്ല, എനിക്കത് അമ്മ തന്നെയാണ്. സോ ഭയങ്കര പാവമാണ്, ഭയങ്കര ചില്ലാണ്, കൂളാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ, ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ ഒരിക്കലും ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ മറ്റോ അല്ല പറയുന്നത്. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താ അമ്മായിയമ്മ എപ്പോഴും അമ്മായിയമ്മയായിരിക്കും, മരുമോൾ എപ്പോഴും മരുമോളായിരിക്കും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അമ്മയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ മക്കളെക്കായും പ്രിഫറൻസ് എനിക്ക്. ഇപ്പോൾ ചേട്ടനുണ്ട്, ചേട്ടന് തന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എനിക്ക് എന്ത് പ്രിഫറൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ചേട്ടൻ വന്നിട്ടുള്ളത്. അവർക്കും അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത്. സോ ഞങ്ങളും അതേ പ്രിഫറൻസ്, ഞങ്ങളുടെ അമ്മമാരെ എങ്ങനെയാണോ ഞങ്ങൾ നോക്കുന്നത് അതേപോലെയാണ് ഞങ്ങൾ ഈ അമ്മേനെ നോക്കുന്നത്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ചേട്ടാ ഇതുപോലെ അമ്മയുടെ ഡാൻസ് കളിക്കുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, മോളെ ഞാൻ വരുന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് ജോളിയത് തോന്നും, സോ അമ്മ എൻജോയ് ചെയ്യട്ടെ എന്നാണ് ചേട്ടനും പറഞ്ഞത്. സോ നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഈ വീഡിയോ കാണുന്നത് ഞങ്ങളുടെ ആ വീഡിയോയ്ക്കകത്തുള്ള എല്ലാവരും സന്തോഷത്തോടെയാണ് എല്ലാം കാണുന്നത്. അപ്പം ഞാനിത് നിങ്ങളോട് കൂടെ പറയുന്നത് വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കണക്ക് അമ്മയമ്മല്ല, അമ്മയാണ്. ആ അമ്മയുടെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അമ്മ എങ്ങനെയാണോ സന്തോഷിക്കുന്നത് അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അയ്യോ സോറി കേട്ടോ, ഞാൻ ഇമോഷണലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചായിട്ടുണ്ട്. കാര്യം എനിക്ക് എൻ്റെ അമ്മേനെ എന്തെങ്കിലും പറയുന്ന പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യും, എൻ്റെ ഈ അമ്മേനെ പറഞ്ഞാലും. സോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അവരുടെ ആ മുഖത്ത് സന്തോഷം. അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഇതിനിടയ്ക്ക് അമ്മ ഗോകുവിനെ പോയി വിളിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, അമ്മേനെ വിളിക്കുന്നുണ്ട്, എല്ലാവരും വാ 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 നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആശാട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്പീക്കറിൽ സോങ് ഇട്ടേക്കാണുണ്ടോ, അത് ഓഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഓഡിയോ കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളിക്കുന്നതിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫാമിലിയുടെ ചെറിയൊരു ഹാപ്പിനെസ്, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. സോ ഞാൻ പറയുകയാണ്, എനിക്ക് ഇങ്ങനൊരു അമ്മായിമ്മ കിട്ടിയത് ഞാൻ ഭാഗ്യവതിയാണ്. എന്നെപ്പോലൊരു മരുമോളെ കിട്ടിയത് അമ്മയും ഭാഗ്യവതി ആയിരിക്കും അല്ലേ അമ്മ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ റിസോർട്ട് വരുന്നത് റിപ്പിൾസ് കുരിപ്പുഴയാണ് കേട്ടോ, കൊല്ലത്ത്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ഇങ്ങനെയാണ്. നൈറ്റ് ആയപ്പോഴത്തേന് വീഡിയോ എടുത്തപ്പോൾ കുറേ ഒന്നും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് കിടക്കാം.